ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനവും ലോക സംഗീത ദിനവും വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും യോഗ ദിനവും സംഗീത ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കയ്പമംഗലത്ത് നിയമന തട്ടിപ്പ് തട്ടിയ സ്കൂൾ മാനേജർ അറസ്റ്റിൽ. കൂരിക്കുഴി AM UP സ്കൂൾ മാനേജർ വലപ്പാട് സ്വദേശി പ്രവീൺ വാഴൂരിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. തീരദേശ ഹൈവേയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നുവരുന്ന ഏറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് മുതൽ കാര പുതിയ റോഡ് വരെയുള്ള 4.5 കിലോമീറ്റർ സർക്കാർ ഭൂമി കണ്ടെത്താനുള്ള സർവേ ആരംഭിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനവും ലോക സംഗീത ദിനവും വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും യോഗാ ദിനവും സംഗീത ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. നമുക്ക് വേണ്ടിയും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിന സന്ദേശം. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും മുകുന്ദപുരം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ രാജ്യാന്തര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് യോഗയും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അധ്യക്ഷനായി. യോഗയും ആരോഗ്യവും എന്ന വിഷയത്തിൽ യോഗാചാര്യൻ സബ്കാർ പരമേശ്വരൻ ക്ലാസ് എടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. TLSC കോർഡിനേറ്റർ CA ഫ്രാൻസിസ് നേതൃത്വം നൽകി. കരിന്തലക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ അഷ്ടമിച്ചിറ GSHS സ്കൂളിൽ ലോക സംഗീത യോഗ ദിനാചരണവും രമ്യത്ത് രാമന്റെ പ്രഥമ കവിതാ സമാഹാരത്തിന്റെ കവർ പ്രകാശനവും നടന്നു. സ്കൂൾ മാനേജർ KR ഉണ്ണിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ജയലക്ഷ്മി അധ്യക്ഷയായി. PK കിട്ടൻ, വിനോദ്, ലീല, ബിബിൻ അശോക്, സുജൻ പൂപ്പത്തി, രമേശ് കരിന്തലക്കൂട്ടം എന്നിവർ സംസാരിച്ചു. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനവും മ്യൂസിക് ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. യോഗാധ്യാപിക ജയ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന മാസ്റ്ററിൽ നവ്യാനുഭവമായി. തുടർന്ന് കുട്ടികളുടെ സംഗീത പരിപാടികൾ നടന്നു. പ്രിൻസിപ്പൽ KG ഷൈനി, വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ P മേനോൻ, സ്റ്റാഫ് സെക്രട്ടറി VP സുമം, മ്യൂസിക് അധ്യാപിക ദീപ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. വെമ്പല്ലൂർ ശ്രീ സായി വിദ്യാഭവനിൽ ഇന്റർനാഷണൽ യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. മേജർ ജനറൽ ഡോക്ടർ P വിവേകാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ചെയർമാൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ C വിജയകുമാരി യോഗാദിന സന്ദേശം നൽകി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദ B മേനോൻ, CEO വിഷ്ണു സായി മേനോൻ, പ്രിൻസിപ്പൽ CG സജേഷ്, വൈസ് പ്രിൻസിപ്പൽ PC മോഹനൻ, SMC മെമ്പർ NV ഷാജി, PTA പ്രസിഡന്റ് T ജയകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ യോഗാ പ്രകടനം നടന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ ശ്രീനാരായണ ഹാളിൽ സച്ചിദാനന്ദ യോഗ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ പ്രദർശനവും യോഗ ഫ്യൂഷൻ ഡാൻസും അരങ്ങേറി. റിട്ടയർഡ് എഞ്ചിനീയർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവ സമാജം പ്രസിഡന്റ് VP കല്യാൺ റാം അധ്യക്ഷനായി. സെക്രട്ടറി VS സജീവൻ, സുരേന്ദ്രൻ, സുല, OK ഹർഷകുമാർ എന്നിവർ നേതൃത്വം നൽകി. കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടന്നു. കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷയായി. ഡോക്ടർ അഗ്നസ് ക്ലീറ്റസ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ടെസി ഫ്രാൻസിസ്, VK മുകുന്ദൻ, ദിവ്യ ഷാജു, സ്വപ്ന സത്യൻ, TV പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ഡോക്ടർ CG പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ അധ്യക്ഷത വഹിച്ചു. വടക്കേടത്ത് പത്മനാഭൻ, KS മനോജ്, ഡോക്ടർ PV ഋഷികേശൻ, MP ഷിൻഡോ, ടെസി തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് MS വിനയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിബിൻ പാപ്പച്ചൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി തിലകൻ, യോഗ ഇൻസ്ട്രക്ടർ VK സുകുമാരൻ, മെഡിക്കൽ ഓഫീസർ AS മാനസ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗ പ്രദർശനം നടന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. യോഗയിൽ പ്രാഗൽഭ്യം തെളിയിച്ച് വീട്ടമ്മ. പുതുക്കാട് നന്ദിപുലം സ്വദേശി കരുമാലി വീട്ടിൽ നീതുവാണ് യോഗയിൽ പ്രാഗൽഭ്യം തെളിയിച്ചത്.
വർഷങ്ങളായി നിരവധി പേർക്ക് യോഗയിൽ പരിശീലനം നൽകി വരികയാണ് ഈ വീട്ടമ്മ. വർഷങ്ങളായി നിരവധി പേർക്ക് യോഗയിൽ പരിശീലനം നൽകി വരികയാണ് ഈ വീട്ടമ്മ. ബാംഗ്ലൂർ YIC യൂണിവേഴ്സിറ്റിയിൽ നിന്നും യോഗ ഇൻസ്ട്രക്ടർ കോഴ്സും സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിൽ നിന്ന് ഡിപ്ലോമ ഇൻ യോഗ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സും ഡിപ്ലോമ ഇൻ സ്പോർട്സ് യോഗയും ഈ വീട്ടമ്മ കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടാതെ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങളും വാരിക്കൂട്ടിയിട്ടുണ്ട് നീതു. ഇത് ഒരു ജീവിതമാർഗം എന്നതിനേക്കാൾ ഉപരി ഒരു സേവനം എന്ന രീതിയിലാണ് യോഗ പരിശീലനം നൽകുന്നതെന്ന് നീതു പറയുന്നു. ഞാനൊരു 10 വർഷത്തോളമായിട്ട് യോഗ പരിശീലിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു YIC എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യോഗ ഇൻസ്ട്രക്ടർ കോഴ്സാണ് ചെയ്തത്. പിന്നീട് സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്ററിൻ്റെ കീഴിൽ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞു. അതിനുശേഷം ഡിപ്ലോമ ഇൻ സ്പോർട്സ് യോഗ ഇപ്പോൾ എക്സാം എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് ഞാനിപ്പോൾ ഇവിടെ അളഗപ്പ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ യോഗ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നമ്മുടെ തൃശ്ശൂർ ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് അതിൽ പ്രൈസ് കിട്ടി. സ്റ്റേറ്റിലേക്ക് പോയി സ്റ്റേറ്റിൽ മത്സരിക്കാനായിട്ട് സാധിച്ചു. പിന്നെ യോഗയിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ യോഗ പരിശീലിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ അസുഖം എനിക്ക് മെഡിസിൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ സാധിച്ചതുകൊണ്ടാണ് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഈ യോഗ വഴി എനിക്ക് മാറ്റം വന്നത് മറ്റുള്ള ആളുകൾക്കും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം. അളഗപ്പ നഗർ കൂടാതെ നന്ദിപുരത്തും വരന്തരപ്പള്ളിയിലും യോഗയിൽ പരിശീലനം നൽകുന്നുണ്ട്. ഇതിനോടകം തന്നെ നിരവധി ശിക്ഷ സമ്പത്തുള്ള നീതു കാലഘട്ടത്തിന്റെ ആവശ്യമായ ഓൺലൈനായും യോഗയിൽ പരിശീലനം നൽകുന്നുണ്ട്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ യോഗ ഇൻസ്ട്രക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് നീതു. നാരായണൻകുട്ടിയാണ് ഭർത്താവ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീനന്ദയാണ് മകൾ. മീഡിയ ടൈം, പുതുക്കാട്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ റോഡ് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് BJP കൗൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു. നഗരസഭയിലെ 3 വാർഡുകളിലെ റോഡ് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ഹിയറിംഗ് ആണ് തടസ്സപ്പെട്ടത്. BJP കൗൺസിലറും നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ON ജയദേവനെ ഒഴിവാക്കി നഗരസഭ ചെയർപേഴ്സൺ ഹിയറിംഗ് നടത്തിയെന്നാരോപിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി എത്തിയത്. BJPയുടെ എതിർപ്പിനെ തുടർന്ന് ഹിയറിംഗ് തടസ്സപ്പെടുകയായിരുന്നു. എന്നാൽ BJPയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഭരണപക്ഷം വ്യക്തമാക്കി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നഗരസഭാ സെക്രട്ടറിയും എഞ്ചിനീയറുമാണ് ചെയർപേഴ്സന്റെ ചേംബറിൽ കരാറുകാരുടെ ഹിയറിംഗ് നടത്തിയതെന്നും വസ്തുതകൾ മനസ്സിലാക്കാതെ രാഷ്ട്രീയ ലാഭം നോക്കിയാണ് BJP പ്രതിഷേധവുമായി രംഗത്ത് വന്നതെന്നും നഗരസഭ ചെയർപേഴ്സൺ TK ഗീതയും വൈസ് ചെയർമാൻ VS ദിനലും പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി പള്ളി കനാലിൽ മാലിന്യം നിറഞ്ഞത് വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമായി മാറുന്നു. സൗത്ത് ജംഗ്ഷനിൽ ഇടശ്ശേരി സൂപ്പർ മാർക്കറ്റിന് സമീപമാണ് മാലിന്യം നിറഞ്ഞതിനെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകാനാകാതെ കെട്ടിക്കിടക്കുന്നത്. മാലിന്യം നിറഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. റോഡിനടിയിലൂടെ വരുന്ന കനാലിന്റെ കൽവർട്ട് ഭാഗത്താണ് പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. മാലിന്യം നിറഞ്ഞതോടെ കനാലിലൂടെ വെള്ളം ഒഴുകിപ്പോകാനാകാതെ കെട്ടിക്കിടക്കുകയാണ്. പ്രദേശത്ത് ഈച്ച, കൊതുക് എന്നിവയുടെ ശല്യവും രൂക്ഷമാണ്. നഗരസഭ ആരോഗ്യ വിഭാഗം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മീഡിയ ടൈം, ചാലക്കുടി. തീരദേശപാതയ്ക്കായി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന സർക്കാർ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി റവന്യൂ വിഭാഗം സർവേ തുടങ്ങി. തീരദേശ ഹൈവേയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നുവരുന്ന ഏറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് മുതൽ കാര പുതിയ റോഡ് വരെയുള്ള 4.5 കിലോമീറ്ററാണ് സർക്കാർ ഭൂമി കണ്ടെത്താനുള്ള സർവേ ആരംഭിച്ചത്. നിലവിലുള്ള വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ ഇരുവശങ്ങളിലുള്ളതും തീരദേശപാതയ്ക്കായി അളന്ന് അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ചതുമായ സ്ഥലങ്ങളിലാണ് സർവേ നടന്നുവരുന്നത്. സർവേ പ്രകാരം നിർദ്ദിഷ്ട തീരദേശപാതയ്ക്കായി സ്വകാര്യ ഭൂമി വലിയ തോതിൽ ഏറ്റെടുക്കേണ്ടി വരില്ലെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. പല ഭാഗങ്ങളിലും പാതയ്ക്ക് ആവശ്യമായ ഭൂമി പുറമ്പോക്കിലുണ്ടെന്നാണ് അറിയുന്നത്. അതേസമയം ഏറിയാട് പഞ്ചായത്തിലെ നിർദ്ദിഷ്ട തീരദേശപാതയുടെ അശാസ്ത്രീയമായ അലൈൻമെന്റ് പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നടത്തിവരുന്ന ധർണ 66 ദിവസം പിന്നിടുകയാണ്.
പഞ്ചായത്തിന്റെ വടക്കേറ്റമായ കാര പുതിയ റോഡ് മുതൽ അഴീക്കോട് വരെയുള്ള 4.5 കിലോമീറ്റർ ജനവാസ കേന്ദ്രമായ വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലൂടെയാണ് പാത കടന്നുപോകുന്നത്. നിരവധി കെട്ടിടങ്ങളും സ്കൂളുകളും ആരാധനാലയങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ഇതുമൂലം പൊളിച്ചു നീക്കേണ്ടി വരും. പഞ്ചായത്തിലെ ഈ 4.5 കിലോമീറ്റർ ഒഴികെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം കടലോരത്തിനോട് ചേർന്നാണ് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെയും തീരദേശ പാത കടലോരത്തുകൂടി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരസമിതി സമരം നടത്തിവരുന്നത്. സർവേ ആരംഭിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അതിരപ്പള്ളിയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി വീണ്ടും കാട്ടാന കബാലിയെത്തി. മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ KSRTC ബസ്സും ആംബുലൻസും കബാലി തടഞ്ഞിട്ടു. കബാലിയുടെ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ പരിക്കേറ്റ യുവാവുമായി വന്ന പട്ടികവർഗ വകുപ്പിന്റെ ആംബുലൻസാണ് ആന തടഞ്ഞത്. അമ്പലപ്പാറ തൊട്ടാപുര ഭാഗത്ത് വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. കുറച്ചുനേരം റോഡിൽ നിന്ന് മാറാതെ നിന്ന ശേഷം ആംബുലൻസിന്റെ തൊട്ടടുത്തേക്ക് വന്ന ആന റോഡരികിലേക്ക് മാറുകയായിരുന്നു. മലക്കപ്പാറയിൽ നിന്നും പലചരക്ക് സാധനങ്ങൾ വാങ്ങി മുരുകസ്വാമിയും കൂട്ടുകാരനായ സുബ്രനും കൂടി വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ ബുധനാഴ്ച സന്ധ്യയ്ക്ക് 7 മണിയോടെയാണ് ആന ഇവരെ കണ്ട് ആക്രമിക്കാൻ പാഞ്ഞെടുത്തത്. ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുന്നതിനിടെ പാറപ്പുറത്ത് നിന്ന് വീണാണ് അടിച്ചിൽത്തൊട്ടി ആദിവാസി മേഖലയിലെ മുരുകസ്വാമിക്ക് കാലിന് പരിക്കേറ്റത്. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ടാറ്റ കമ്പനി ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും പരിക്ക് സാരമായതിനാൽ തുടർ ചികിത്സയ്ക്കായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നിന്ന് തിരികെ വരുമ്പോഴാണ് ആന ആംബുലൻസ് തടഞ്ഞത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ പത്തടിപ്പാലത്ത് വെച്ചാണ് ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയിരുന്ന KSRTC ബസിന് മുൻപിൽ കൊമ്പൻ വഴി തടഞ്ഞു നിന്നത്. 20 മിനിറ്റോളം വഴി തടഞ്ഞു നിന്ന കബാലി ഏറെ നേരത്തിന് ശേഷമാണ് റോഡിൽ നിന്ന് മാറിയത്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. കയ്പമംഗലത്ത് നിയമനത്തട്ടിപ്പ് തട്ടിയ സ്കൂൾ മാനേജർ അറസ്റ്റിൽ. കൂരിക്കുഴി AM UP സ്കൂൾ മാനേജർ വലപ്പാട് സ്വദേശി പ്രവീൺ വഴൂരിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതേ സ്കൂളിലെ ടീച്ചർമാരായ 7 പേർ നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്തത്. 25 ലക്ഷം മുതൽ 45 ലക്ഷം രൂപ വരെ ടീച്ചർമാരിൽ നിന്നും ഇയാൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ നിയമിക്കുകയോ നിയമനം നടത്തിയവർക്ക് ശമ്പളമോ ലഭിക്കാതായതോടെയാണ് ടീച്ചർമാർ പരാതി നൽകിയത്. ട്രോളിംഗ് നിരോധന നിയമങ്ങൾ ലംഘിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള യാനത്തിനെതിരെ കർശന നടപടിയെടുത്ത ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ കന്യാകുമാരി കുളച്ചൽ വള്ളവിള സ്വദേശി സഹായ ലിബിന്റെ ഉടമസ്ഥതയിലുള്ള ലിറാജോ ഫൈബർ വഞ്ചിയാണ് പിടിച്ചെടുത്തത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഹാർബറിലെ വിവിധ ട്രേഡ് യൂണിയൻ തൊഴിലാളികളും നൽകിയ പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഹാർബറിലും അഴിമുഖത്ത് നടത്തിയ പരിശോധനയിലാണ് ലിറാജോ ഫൈബർ വഞ്ചി പിടിച്ചെടുത്തത്. പരിശോധനയും നടപടികളും കർശനമാക്കാൻ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. കയ്പമംഗലം 3 പീടികയിൽ ഹോട്ടലിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിവന്നിരുന്ന ഇതര സംസ്ഥാനക്കാരായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാർ സ്വദേശികളായ ഇല്യാസ് ഷെയ്ഖ്, പർവേഷ് മുഷറഫ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കയ്പമംഗലം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും ചെറിയ പൊതികളിലായി സൂക്ഷിച്ചിരുന്ന 250 ഗ്രാമോളം കഞ്ചാവ് പിടിച്ചെടുത്തു. ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും കഞ്ചാവ് പൊതികൾ കണ്ടെത്തി. ബീഹാറിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്ന് ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും മറ്റുമായി ഇവർ വിൽപ്പന നടത്തി വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 3 പീടിക അറവുശാല ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഹോട്ടൽ നടത്തി വരികയായിരുന്നു പ്രതികൾ. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേലച്ചന്ത ആരംഭിച്ചു. ജൂലൈ 10 വരെ അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിൽ നടത്തുന്ന ഞാറ്റുവേലച്ചന്തയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് VM വത്സൻ നിർവഹിച്ചു. KC അപ്പു ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. KV ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി TP ഷൈജു, ബാങ്ക് ഡയറക്ടർമാരായ MK ബാബു, ശിവജി TK, ജോർജു നെല്ലിശ്ശേരി, ജോണി കോക്കാട്ടി, സാജിദ ഇസ്മയിൽ, ബീന സാബു, രേഖ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു.
മാള മേറ്റ്സ് കോളേജിൽ ഇല്യൂമിനേറ്റ് നേതൃത്വ സംവാദ പരമ്പരയ്ക്ക് തുടക്കമായി. പ്രശസ്ത രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമൂഹിക നിരൂപകനുമായ ഡോക്ടർ പാറക്കാല പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. And in that movement, a lot of people went to jail. My father went to jail, my grandfather went to jail, my uncles went to jail, my mother also went to jail, my grandmother went to jail, and all these people have gone to jail. Because they wanted British to leave the country and British wanted to stay here. So whoever is asking for freedom, they were arrested, they were put in jail. That's why they went to jail. After that, my father and my mother and some of my uncles, they have continued in public life. My father became an MLA and he was a minister for a long time. My mother also became an MLA. My uncles were also in public life. രാഷ്ട്രനിർമ്മാണത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പങ്ക് എന്ന വിഷയത്തെ അധികരിച്ച് പരമ്പരയിലെ ആദ്യ പ്രഭാഷണം അദ്ദേഹം നടത്തി. ഭാരതത്തിൻ്റെ ഭാവി ഇന്നത്തെ വിദ്യാർത്ഥികളിലാണെന്നും അവരെ അധ്യാപകർ ശരിയായ ദിശയിൽ നയിച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യമായി ഭാരതം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മാള എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷാജു ആൻ്റണി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മാള എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മെമ്പർമാർ, മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ റെനൂജ് ഖാദിർ, മെറ്റ്സ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ അംബികാദേവി, മെറ്റ്സ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഫോൺസി ഫ്രാൻസിസ്, മെറ്റ്സ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ റെയ്മോൻ ഫ്രാൻസിസ്, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാള സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വായനാവാരം ഉദ്ഘാടനവും മാഗസിൻ പ്രകാശനവും നടന്നു. കവിയും ഗായകനുമായ PK ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. ഉണ്ടായ 3 കൊല്ലത്തെ മനോഹരമായ ഓർമ്മകൾ അവസാനം അദ്ദേഹത്തെ കാണുന്നത് തൃശ്ശൂരല്ല, എറണാകുളത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 30 വർഷത്തിന് ശേഷം അദ്ദേഹം എൻ്റെ പേര് മറക്കാതെ എന്നെ തോളത്തിട്ട് വിളിച്ചു പോന്നു. ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെ ആദ്യത്തെ കൊല്ലം ഡിഗ്രിക്ക് വന്ന് ചേർന്നപ്പോൾ ഇവിടെ നടന്നിരുന്ന ഒരുപാട് കൾച്ചറൽ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു, ഓഫ് സ്റ്റേജും ഓൺ സ്റ്റേജും. അതിൽ ഭൂരിഭാഗത്തിലും എനിക്ക് പ്രൈസ് കിട്ടിയപ്പോൾ അച്ഛൻ എന്നോട് അടുത്ത കൊല്ലം നീ മത്സരിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ മത്സരിക്കാതെ തന്നെ എനിക്കൊരു പ്രത്യേക അവാർഡ് തന്ന ആളാണ് നെറ്റിക്കാട്ടൻ. അത്രയ്ക്ക് മനോഹരമായ ഓർമ്മകൾ അദ്ദേഹത്തെ കുറിച്ചുണ്ട്. ഈ വിദ്യാലയത്തിൽ വരുമ്പോൾ മനോഹരമായ ഒരു ആതുരതയാണ് ഉള്ളിലുണ്ടാകുന്നത്. പ്രിൻസിപ്പാൾ ഡോക്ടർ KV പോളി അധ്യക്ഷത വഹിച്ചു. മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പള്ളി മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. AR ചന്ദ്രബോസ്, ഫാദർ മെജോ ജോണി, ലൈബ്രറിയൻ MM ദീപ, ഹരിപ്രിയ വാര്യർ, മഞ്ജു വിനോദ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനവും ലോക സംഗീത ദിനവും. വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും യോഗ ദിനവും സംഗീത ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കയ്പമംഗലത്ത് നിയമന തട്ടിപ്പ് തട്ടിയ സ്കൂൾ മാനേജർ അറസ്റ്റിൽ. കൂരിക്കുഴി AM UP സ്കൂൾ മാനേജർ വലപ്പാട് സ്വദേശി പ്രവീൺ വാഴൂരിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. തീരദേശ ഹൈവേയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നുവരുന്ന ഏറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് മുതൽ കാര പുതിയ റോഡ് വരെയുള്ള 4.5 കിലോമീറ്റർ സർക്കാർ ഭൂമി കണ്ടെത്താനുള്ള സർവേ ആരംഭിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.